നമസ്കാരം സുഹൃത്തുക്കളെ. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ മൊത്തത്തിലൊരു ഇ.ഡി. റെയ്ഡ് ചില്ല് പൊട്ടിക്കൽ മഹോത്സവമാണല്ലോ നടക്കുന്നത്. നമുക്കൊരു പഴയ കഥയിൽ നിന്ന് തുടങ്ങാം. 2011-16 കാലത്ത് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെയും മന്ത്രിമാർക്കെതിരെയും ആരോപണങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു. അപ്പോഴൊക്കെ ഉമ്മൻചാണ്ടി സാർ ആ വിഖ്യാതമായ ചിരിയോടെ പറയും, നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും. നിയമം അങ്ങോട്ട് പോവുകയും ചെയ്തു. ചില മന്ത്രിമാർ കളങ്കിതരായി, ചിലർക്ക് പ്രോസിക്യൂഷൻ നേരിടേണ്ടി വന്നു, 1-2 പേർ രാജിവെച്ചു. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ സൽപ്പേരിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ജസ്റ്റിസ് ശിവരാജൻ ചില പരാമർശങ്ങൾ നടത്തിയെങ്കിലും ഹൈക്കോടതി പിന്നീട് ഇതിനെ എഴുതിയ കടലാസിൻ്റെ വില പോലും കൊടുക്കാതെ തള്ളിപ്പറഞ്ഞു. അതായിരുന്നു ഉമ്മൻചാണ്ടി സ്റ്റൈൽ. പക്ഷേ ഇപ്പോഴത്തെ മുൻ കേരള ചക്രവർത്തി ഇരട്ടച്ചങ്കൻ സഖാവ് പിണറായി വിജയൻ ഈ പാത പിന്തുടരുന്ന ആളല്ലല്ലോ. നിയമത്തെ അതിൻ്റെ വഴിക്ക് വിടാൻ പുള്ളിക്ക് ഒട്ടും സൗകര്യമില്ല. തൻ്റെ മകളുടെ പേരിൽ ആരോപണം വരികയും വീട്ടിൽ ഇ.ഡി. റെയ്ഡ് നടത്തുകയും ചെയ്തപ്പോൾ ക്യാപ്റ്റൻ അങ്ങ് പ്രകോപിതനായി. ഇഡിക്കാരോട് പുള്ളി ചൂടാവുന്നത് കണ്ടാൽ തോന്നും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും കൂടി മകുടിയൂതി പാമ്പിനെ വിളിച്ചു വരുത്തുപോലെയാണ് ഇ.ഡിയെ വിളിച്ചു കൊണ്ടുവന്നത്. ഇവരാണോ ഈ മകളുടെയും ജാമാതാവിൻ്റെയും ഒക്കെ വീട്ടിൽ പരിശോധന നടത്താൻ ഇ.ഡിയെ വിട്ടത്? കർത്താവിൻ്റെ മകൻ്റെ വീട്ടിലേക്ക് ഇ.ഡി അയച്ചത് ഇവരാണോ? സത്യത്തിൽ ഇവരെയൊക്കെ ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയതെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇതിൽ സതീശനോ ചെന്നിത്തലയ്ക്കോ സണ്ണി ജോസഫിനോ ഇനി പിണറായിയുടെ പഴയ വിരോധി കെ സുധാകരന് പോലും യാതൊരു പങ്കുമില്ല. പക്ഷേ നമ്മളുടെ സഖാക്കൾ ഇത് സമ്മതിക്കില്ല. അവർക്ക് പുതിയൊരു റൈമിങ് കിട്ടിയിട്ടുണ്ട്. ഇ.ഡി. വി.ഡി. മോഡി ഗൂഢാലോചന. കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇതിലൊന്നും ചെന്നിത്തലയ്ക്കോ സതീശനോ ഒരു സ്വാധീനവുമില്ല. അവർ വിചാരിച്ച ഒരു പിണ്ണാക്കും നടക്കുകയില്ല. എങ്കിലും മോദിയെയും അമിത്ഷായെയും ഇ.ഡിയൊക്കെ മാത്രം ചീത്ത വിളിച്ചാൽ കേരളത്തിൽ വലിയ മാർക്കറ്റ് വാല്യൂ ഇല്ലല്ലോ. അതിനേക്കാൾ നല്ലത് രമേശിൻ്റെയും സതീശൻ്റെയും നെഞ്ഞത്തേക്ക് കയറുന്നതാണെന്ന് സഖാക്കൾ അങ്ങ് തീരുമാനിച്ചു. അതിനിടയിലാണ് അടുത്ത കോമഡി. മുൻ മുഖ്യമന്ത്രിയുടെ വാടക വീടിന് ചുറ്റും പാർട്ടി സഖാക്കൾ ഒത്തുകൂടി ഇ.ഡിയുടെ തന്തയ്ക്ക് വിളിക്കുന്ന സാമാന്യ മര്യാദയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി. ഇ.ഡിക്കാർക്ക് റെയ്ഡ് കഴിഞ്ഞ് പോയപ്പോൾ അവർ കാറ് തറഞ്ഞു നിർത്തി. ഇരുമ്പ് വടികളും ഇഷ്ടികളും ഉപയോഗിച്ച് ചില്ലടിച്ച് ചേർത്തു. ആ കാറിൻ്റെ ഉടമസ്ഥൻ ഒരു പാവം ടാക്സിക്കാരനാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വണ്ടി ഓടിച്ച അയാൾ. അതിലും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇയാളൊരു CPM കാരനാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ ഇ.ഡിക്കാർക്ക് വാടകയ്ക്ക് ഓടാൻ ഒരു CPM കാരനും വണ്ടി കൊടുക്കില്ല. അവർ നടന്നു പോകേണ്ടി വരും. ഇപ്പോൾ കേൾക്കുന്നത് വീണയുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഇ.ഡി മരവിപ്പിച്ചെന്നാണ്. ഇനി സഖാക്കൾക്ക് അടുത്തതായി ബാങ്കിൻ്റെ ചില്ലടിക്കാനും ബാനർ കീറാനും സാധ്യതയുണ്ട്. ആ ബാങ്കിൽ അക്കൗണ്ടുള്ള സഖാക്കളൊക്കെ പണം പിൻവലിച്ച് ബാങ്കിനെയും ഇ.ഡിയെയും പാഠം പഠിപ്പിക്കും. ഇ.ഡിക്കാർ പോയ വഴിയൊക്കെ ചാണകവെള്ളം തെളിച്ച് ശുദ്ധമാക്കാൻ പാർട്ടിയും വർഗ ബഹുജന സംഘടനകളും വലിയ കലാപരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ നേതൃത്വം നൽകാൻ വർക്കല MLAയും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ സഖാവ് വി ജോയ് നേരിട്ട് ഹാജരുണ്ടാവുമായിരുന്നു എന്നത് നല്ല കാര്യം. അതേസമയം കോഴിക്കോട് ബോംബെ റിയാസിൻ്റെ മാതാപിതാക്കളുടെ വീട്ടിലും റെയ്ഡ് നടന്നു. പക്ഷേ അവിടെ ഇത്തരം അരിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം റിയാസിൻ്റെ വാപ്പ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇ.ഡിക്കാരൻ്റെ താടിക്ക് തട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹം തന്നെ പാർട്ടി പ്രവർത്തകരെ പറഞ്ഞ് ശാന്തരാക്കി കാര്യം സലാമത്താക്കി. അദ്ദേഹത്തിൻ്റെ ആ വിവേകത്തിന് ഒരു നന്ദി പറയാം. ഇതിലുള്ള മറ്റൊരു ഹൈലൈറ്റ് നമ്മളുടെ സഖാവ് M.A. ബേബിയാണ്. പുള്ളി ഡൽഹിയിലായിരുന്നു. തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പുള്ളി അവിടെ പ്രതിഷേധിച്ചു. പോലീസുകാർ കൊങ്ങയ്ക്ക് പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോയി. തല്ലൊന്നും കിട്ടിയില്ലെന്ന് വിചാരിക്കുന്നു. ബേബി സാറിന് ഇപ്പോൾ പഴയ പ്രായമൊന്നുമല്ലല്ലോ. അടിയന്തരാവസ്ഥക്കെതിരെ പ്രകടനം നടത്തിയപ്പോൾ പോലീസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ സ്നേഹപൂർണ്ണമായ പരിലാളനകൾ അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ടാവും. പക്ഷേ ഇത് കേരള പോലീസല്ല, ഡൽഹി പോലീസാണ്, സംഘി പോലീസാണ്. ഇവിടെ സതീശൻ്റെയും ചെന്നിത്തലയുടെയും പോലീസാവുമ്പോൾ കൊങ്ങയ്ക്ക് പിടിച്ചാലും കൂമ്പിനിടിക്കില്ല എന്നൊരു സമാധാനമുണ്ട്. അവിടെ അങ്ങനെ പരിഗണനയൊന്നും കിട്ടില്ല. ഈ വയസ്സുകാലത്ത് താരയും ക്ഷീരവലയും ഞരമ്പ് കിഴിയുമൊക്കെ ഇടുന്നത് അത്ര സുഖമുള്ള അനുഭവമായിരിക്കില്ല എന്ന് ബേബി സവാവിനെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ജെയ്ക്ക് സി തോമസും സമരരംഗത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 1-2 പെട കിട്ടിയാലും കുഴപ്പമില്ല, ചെറുപ്പമാണ്. ഭാവിയിൽ ഡൽഹി പോലീസിൻ്റെ തല്ല് വാങ്ങിയ ധീര സഖാവ് എന്ന് പറഞ്ഞു നടക്കാമല്ലോ. ഇനി നമുക്ക് ഘടകകക്ഷികളുടെ കാര്യം നോക്കാം. അവർ വളരെ മാതൃകാപരമായ സമീപനമാണ് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് CPM നേതാവ് സഖാവ് ബിനോയ് വിശ്വം. പുള്ളി പറയുന്നത് എക്സാലോജിക്കും CMRലും തമ്മിൽ ചെറിയ എന്തൊക്കെയോ സാമ്പത്തിക ഇടപാടും ക്രമക്കേടുമുണ്ടത്രേ. ഇതിൻ്റെ പേരിൽ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്തത് മനസ്സിലാക്കാം. പക്ഷേ പിണറായിയുടെ വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നത് അപലപനീയമാണെന്ന്. അല്ല ബിനോയ് സഖാവ്, ഈ എക്സാലോജിക് എന്ന സുപ്രസിദ്ധ സ്ഥാപനത്തിൻ്റെ ഏക ഷെയർ ഹോൾഡറും ഡയറക്ടറും പിണറായി വിജയൻ്റെ മകളാണെന്ന കാര്യം സഖാവ് അറിയാഞ്ഞിട്ടാണോ അതോ അറിഞ്ഞിട്ട് മറന്നുപോയതാണോ? എന്തുകൊണ്ടാണ് ബിനോയ് വിശ്വത്തിൻ്റെ അല്ലെങ്കിൽ പ്രകാശ് ബാബുവിൻ്റെയോ അല്ലെങ്കിൽ CPM നേതാക്കളുടെയോ വീട്ടിലേക്ക് ഇ.ഡി വരാത്തത്? കാരണം അവരുടെ മക്കൾക്കൊന്നും ഇങ്ങനത്തെ കലാപരിപാടികളില്ല. അവരാരും കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് സഖാക്കൾ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. പണ്ട് ഇതുപോലൊരു കലാപരിപാടിയാണ് CPMകാർ തൃശ്ശൂരിൽ നടത്തിയത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അന്വേഷിക്കാൻ ഇ.ഡി വന്നപ്പോൾ സഹകരണ മേഖലയെ തകർക്കുന്നേ എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച് സുനിൽകുമാറും ഒപ്പം കൂടി. ഫലമോ തൃശ്ശൂർ പൂരം കലങ്ങിയതുകൊണ്ടല്ല, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുകാരെ സംരക്ഷിക്കാൻ പോയതുകൊണ്ടാണ് സുനിൽകുമാർ തൃശ്ശൂരിൽ ഡീസൻ്റായി തോറ്റതും സുരേഷ് ഗോപി ജയിച്ച് കേന്ദ്രമന്ത്രിയായത്.
ജനങ്ങൾ ഇപ്പോൾ ആകെ വെറുത്ത് നിൽക്കുകയാണ്. അത് CPM-ൻ്റെ കുഴപ്പം കൊണ്ടല്ല, പിണറായിസത്തിൻ്റെ തകരാറ് കൊണ്ട് തന്നെയാണ്. നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, എള്ളുടഞ്ഞാൽ എണ്ണയ്ക്ക് കൊള്ളാം, എലിക്കാട്ടുടഞ്ഞിട്ട് എന്ത് കാര്യം. കളവ് നടത്തിയ CPM-കാർ പ്രതിഷേധിക്കുന്നത് മനസ്സിലാക്കാം. ഇതിലൊരു പങ്കുമില്ലാത്ത CPI-ക്കാരും ജനതാദളുകാരും ജോസഫ് കെ മാണി ഗ്രൂപ്പുകാരും NCP-ക്കാരും ഒക്കെ എന്തിനാണ് കിടന്ന് തുള്ളുന്നത്? നിങ്ങളെപ്പോലെയുള്ള വിദൂഷകന്മാരെ കാണുമ്പോഴാണ് ജനങ്ങൾക്ക് കൂടുതൽ ചിരി വരുന്നത്. ഏതായാലും CPM നിർത്തിയെടുത്ത് നിന്ന് LDF പ്രതിഷേധം ഏറ്റെടുത്തിരിക്കുകയാണ്. പന്തം കൊളുത്തി പ്രകടനങ്ങളും ജാഥകളും നടത്തുന്നുണ്ട്. ED-ക്കെതിരെയുള്ള സമരം ഇനി കൈകൊട്ടിക്കളിയായും തിരുവാതിര കളിയായും ദഫ് മുട്ടായും പരിചമുട്ടായും ഒക്കെ മുന്നോട്ട് പോട്ടെ. ജനങ്ങളെ പരിപൂർണമായി വെറുപ്പിച്ചാൽ മാത്രമേ ഈ നാട്ടിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അന്ത്യം കുറിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു ചുവന്ന സന്ധ്യ നമ്മൾ മുന്നിൽ കാണുന്നു. എല്ലാവർക്കും നമസ്കാരം. ലാൽ സലാം.